എന്തിനൊക്കെയാണോ ഇവർ ആഘോഷിക്കുന്നത്? എപ്പോഴും ആഘോഷമാണ്. അവിടെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആഘോഷം കാണും. നല്ല രസമാണ് കേട്ടോ അവരുടെ ജീവിതം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ആ രീതിയിൽ നിന്ന് ഇന്ന് ഭയങ്കരമായിട്ട് ഞാൻ മാറിപ്പോയി. ഞാൻ അന്ന് സംസാരിക്കുന്നതിൻ്റെ പകുതി പോലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. ഇന്ന് ഞാൻ ഫുള്ള് രാവിലെ വർക്ക് ചെയ്യുമായിരുന്നു. വൈകുന്നേരം വലിച്ചിട്ട് അതൊരു ഷോപ്പ് ചെയ്താൽ വലിച്ചു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല എങ്ങനെയൊക്കെ. പക്ഷേ ഇന്നത്തെ ലഞ്ച് ഞാൻ കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു. ലഞ്ചിൻ്റെ കാര്യം ഞാൻ മറന്നു. ഇപ്പോഴാണ് ഓർക്കുന്നത്. എന്താ ഇന്ന് വേറെ എന്താണെന്നുള്ളത്. ഇന്ന് കുറേ ഇൻവോയ്സുകളൊക്കെ ചെയ്ത് അയച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ എന്തൊക്കെയോ പെൻഡിങ് ഉണ്ട്. എവിടെയൊക്കെയാണ് പൈസ എങ്ങനെയാണെന്നൊന്നും പിടിയിട്ടുന്നില്ല. മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുവാണ് എൻ്റെ പരിപാടികളെല്ലാം. അപ്പം അതെല്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പ്രശ്നങ്ങളിലായിരുന്നു ഞാൻ. കുറേ പ്രോബ്ലങ്ങളിൽ പെട്ടുപോയി. അപ്പം ആ പെട്ടതിൽ എങ്ങനെയാണെന്ന് അറിയാം. ഇനി പെട്ടതിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് റിക്കവർ ആവാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം അതിനെക്കുറിച്ച് ചിന്തിക്കാതെ റിക്കവർ ആവുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നതിനെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ അതെന്തൊക്കെയോ പറ്റാതെ ലാഗാവുന്നു. അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്. ബട്ട് ആ ടെൻഷനും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല എന്നതുകൊണ്ട് ഉള്ള ടെൻഷനെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഫുള്ള് കൂളായിട്ട് നടക്കുന്നുണ്ട്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാത്രമേ ഇപ്പോൾ ആകെ ഉള്ളത്. എന്തായാലും നമ്മളുടെ സമയം മോശമാകുന്ന സമയത്ത് നമ്മളെ കൂടെ നമ്മളുടെ നിഴല് പോലും നിൽക്കുന്നില്ല എന്ന് പറയില്ലേ ആൾക്കാർ. സത്യമാണോ? നമ്മളുടെ സമയം മോശമായി കഴിഞ്ഞാൽ ആരും കാണില്ല. ആരെയും മനസ്സിലാക്കാനോ നമ്മളെ മനസ്സിലാക്കാനോ ഒന്നും പറ്റത്തില്ല. അതൊരു സത്യമായ കാര്യമാണ്. ഒറ്റയ്ക്കാകും. എല്ലാവരും ഒറ്റയ്ക്കാവും. ഞാനും നീയും നിങ്ങളും എല്ലാവരും ഒറ്റയ്ക്കാവും. ആ ഒറ്റയ്ക്കാവുന്ന സിറ്റുവേഷനെ നിങ്ങൾ തരണം ചെയ്യാൻ പഠിക്കണം. വല്ലാത്തൊരു പെയിൻഫുള്ളായ കാര്യമാണ് ഒറ്റയ്ക്കാകുക എന്നുള്ളത്. ആ പെയിനിൽ നിന്ന് റിക്കവർ ആകുക എന്നുള്ളത് അത്ര ഈസിയുള്ള കാര്യമല്ല. എനിവേ, ട്രൈ ഫോർ ദ ബെസ്റ്റ് എന്നല്ലാതെ ഒന്നും പറയാനില്ലല്ലോ. ഭയങ്കര രസമായി ഈ നാട്. ഒരു രസമാണ്. പിന്നെ അവിടെയൊക്കെ ആൾക്കാരെ കയറി വീഡിയോ ചെയ്ത് കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ഗ്യാരണ്ടി ഒന്നുമില്ല നമ്മുടെയൊക്കെ ജീവിതത്തിന്. എവിടെ നിന്നെങ്കിലും ആരെങ്കിലുമൊക്കെ പൊട്ടിച്ചാൽ തീരാവുന്നതാണ് ജീവിതം. ആ ജീവിതം അത്രയും ദിവസത്തെ ജീവിതത്തിന് വേണ്ടി നമ്മളീ കിടന്ന് വെള്ളം ചിലമ്പുണ്ടാക്കുന്നത്. ഇന്ന് കിടക്കുന്ന ഞാൻ നാളെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, ആർക്കും ഒരു വിശ്വാസവും വരില്ല ഇതിനെക്കുറിച്ചൊന്നും. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ അതൊരു ഹോപ്പാണ്. അതുപോലെ തന്നെയാണ് ലൈഫ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ ഹോപ്പിനകത്ത് വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം തന്നെ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് ഫുള്ള് ഏതോ വിഷയത്തിൽ തുടങ്ങി ഏതോ വിഷയത്തിലേക്ക് എത്തി. അതായത് ഒരു സ്ഥിരതയില്ലായ്മ എൻ്റെ സംസാരത്തിനുണ്ട്. ആ കാര്യം എനിക്ക് കുറേ നാളുകളായിട്ട് ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങുന്നതും നിർത്തുന്നതുമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു അതിനെന്തൊരു പരിപാടിയല്ലോ, ആ സാധനം തന്നെ. ഇതും ഒരു പ്രശ്നമാണ്. ഇപ്പം എന്തോ മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ഒരു പ്രശ്നമാണ് എൻ്റെ. ഞാൻ സംസാരിക്കുന്ന ചിലപ്പോൾ എനിക്ക് തന്നെ തിരിയത്തില്ല. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്സ് പോലും ഞാൻ മറന്നു പോകാറുണ്ട് ചില സമയങ്ങളിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ഞാൻ കാര്യമായിട്ട് കൊണ്ട് നടക്കാറുണ്ട്. ഇപ്പം മീൻസ് കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ പേടി, അയ്യോ ചില സമയങ്ങളിലെ പേടി. പക്ഷേ സ്റ്റിൽ നമുക്ക് പോയിക്കൊണ്ടിരുന്നല്ലേ പറ്റൂ, ഇല്ലാതിരുന്നാൽ പറ്റത്തില്ലല്ലോ. ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ നിൽക്കുമായിരുന്നു. ഈ പറയുന്നത് നമുക്ക് മൈൻഡ് ഫുൾ
ഇതായിട്ട് കൺവേർട്ടായിട്ടിരിക്കുമായിരുന്നു. ഇനി എന്തായാലും അറിയില്ല എത്രത്തോളം റിക്കവർ ആവാൻ പറ്റും ഇല്ലെന്നൊന്നും. കാരണം നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഇതിൽ നിന്നൊക്കെ വലിയ വരുവാന്ന് പറഞ്ഞാൽ ടാസ്ക് ആടും. പക്ഷെ വന്നല്ലേ പറ്റുമോ. ദിസ് ഈസ് ദ പ്രോബ്ലം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ മറന്നു പോകുന്നു. ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പിന്നെയും പറയുന്നു. പറഞ്ഞത് റിപ്പീറ്റ് അടിക്കുന്നു. അത് പറഞ്ഞതാണോ പറയാത്തതാണോ എന്നുള്ള ഡൗട്ട് വരുന്നു. ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമനാണ് ഈ അപ്പം വന്ന് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് എത്രത്തോളം എനിക്ക് ഈ സാധനത്തിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റുമെന്ന്. ബൈ, താങ്ക് യു. ഇവിടുന്ന് ടൗൺ ചെയ്യണം, അതാണ് എനിക്ക് സ്ഥലം അറിയാൻ. അതുകൊണ്ടാണ് കട്ട് ചെയ്യാന്ന്. തിരിയുന്നില്ല ബ്രോ, തിരിയുന്നില്ല. ഇറ്റ്സ് എ വീറ്റ് ഷോപ്പ്. ഒരു കാര്യവുമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടായിരിക്കും. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. നമ്മളെ ഇഷ്ടം കൊണ്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു കാര്യമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ ഏറ്റവും ഭ്രാന്തമായി സ്നേഹിച്ചുകൊണ്ട് സ്നേഹിക്കുന്നത്. പക്ഷെ നമ്മളവരെ മനസ്സിലാക്കത്തില്ല. അവരുള്ളപ്പം അവരുടെ വാല്യൂ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതങ്ങനെയാണ്. അവർ പോയി കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇത്രയൊക്കെ ഉള്ളു പറയാൻ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താണ് ഇതൊക്കെയാണ് നാളത്തേക്കുള്ള. ഇന്ന് ആദ്യമായിട്ട് ഞാൻ വർക്കുകൾ നാളത്തേക്ക് ചെയ്യാനുള്ളത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. നാളെ കോൾ ചെയ്യാനുള്ളത് ഞാൻ അലാറം വെച്ച് അലാറത്തിന് പേര് കൊടുത്തിട്ട് നാളെ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാനല്ലേ മറന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും എന്തൊക്കെയോ കാര്യം ആലോചിച്ച് പറയണം. ഇന്നലെ അപ്പോഴും ആലോചിച്ചത് അപ്പോഴും പറഞ്ഞാലെന്ന് ആലോചിച്ചിട്ട് അപ്പോഴും പറയാതെ രാവിലെ പറയാമെന്നും പറഞ്ഞിരുന്നത് പറഞ്ഞില്ല. അത് വിട്ടുപോയി. ഇനി ഇന്നലെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് പറയാനും പറ്റത്തില്ല. ഇനി എപ്പോഴെങ്കിലും ഓർമ്മ വരുമെങ്കിൽ അപ്പം പറ്റുമെങ്കിൽ പറയാനേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം എന്തായാലും ഓർമ്മയില്ല ആ കാര്യത്തിൽ. എനിക്ക് നമ്മളുടെ ഈ ഹൈപ്പർ ആകുന്നത് വലിയ ഇഷ്യൂ ആണ്. എപ്പോഴും ഹൈപ്പർ ആവുകയാണ്. എല്ലാവരും വെറുക്കും നമ്മളെ.